അസ്സലാമലൈക്കും. അപ്പൊ ഉസ്താദിന്റെ ചർച്ചകളൊക്കെ കേട്ട ഒരാളാണ് ഞാൻ. എന്താണ് ഈ പുസ്തകം പ്രസ്ഥാനക്കാരെന്ന് പറയുന്നത്? ഈ ജമാഅത്ത് ഇസ്ലാമിയാണോ അതോ മുജാഹിദാണോ? ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പോ ഞാനൊരു പ്രത്യേക പ്രസ്ഥാനത്തിലൊന്നുമില്ല. ഞാനൊരു മുസ്ലിമായി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിച്ച ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രബോധനം ചെയ്ത ഇസ്ലാം. നമുക്കറിയാം, ഭൂമിയിൽ 1,25,000-ത്തിലധികം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഒരേ ഇസ്ലാം മതമാണ്. ആ മതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രസംഗിക്കല്ല, അപ്പൊ നമ്മളെല്ലാ പ്രസ്ഥാനം, ഞാനൊരു കക്ഷിഭേദ വ്യത്യാസമില്ലാതെ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആ ഇസ്ലാമിക പ്രബോധനത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ വെറും സലാം പറയാ, അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രസ്ഥാനം നമ്മൾ മറ്റാളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഈ വഹാബികൾ മറ്റോരോട് സലാം പറയാൻ പാടില്ല, ഇതൊക്കെ നമ്മൾ നാളെ മരിച്ചു പോകും, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവിടെ ആരാണ് പുത്തൻ പ്രസ്ഥാനക്കാർ, എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരാളെയും നമ്മൾ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല. പ്രിയപ്പെട്ട സുഹൃത്ത്, ഒന്ന് ക്ഷമിക്കണം. ഒറ്റ കാര്യം പറയട്ടെ. മൈക്ക് ഞാൻ തരും, മൈക്ക് തരും. ഞാൻ ഇപ്പൊ ഡോട്ടിട്ട് എന്തിനാന്ന് വെച്ചാല് ഒരു വിഷയം പറയാനാ. കാരണം നിങ്ങൾക്ക് എത്ര സമയം പറയാനുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ നീണ്ടുപോയാല് അതിപ്പോ ഇത് കേട്ട് വരുന്ന ആളുകൾക്ക് എന്ത് തോന്നും? ഇതെന്താ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രസംഗമൊക്കെ നടക്കണമെന്നാ തോന്നുക. മനസ്സിലായില്ലേ? ചോദ്യത്തിന്റെ ശൈലിയിൽ നിന്ന് വിട്ടിട്ട് ഒരു പ്രസംഗത്തിന്റെ ശൈലിക്ക് വരുമ്പോഴേ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം ഡോട്ടിട്ടാണ്. അതിന് ഡോട്ടിടേണ്ടി വന്നതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതിനിടക്ക് നിങ്ങൾ പറഞ്ഞതിൽ വലിയ സന്തോഷം. ആദം നബി അലൈഹി സ്വലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഇസ്ലാമിനെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. അൽഹംദുലില്ലാ, ആ ഇസ്ലാമിനെ അംഗീകരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആ കൂട്ടത്തിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ചില ധാരണ പിശകുകളായി ഞങ്ങൾ മനസ്സിലാക്കേണ്ടി വരികയാണ്. കാരണം നിങ്ങൾ പറഞ്ഞു ഇവിടെ സലാം പറയണോ പറയണ്ടേ എന്നൊന്നല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാ. അത് ഇസ്ലാമിന്റെ നിയമല്ലേ? ഇസ്ലാമിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് നിങ്ങൾ പറയുന്നു. അതേ സ്ഥാനത്ത് സലാം പറയണോ പറയണ്ടേന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ പറയുന്നു. ഇസ്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സലാം ആരോടൊക്കെ പറയണം, ആരോടെല്ലാം പറയണ്ട. അപ്പൊ ഇസ്ലാമിന്റെ കാര്യം വരുമ്പോ എല്ലാം വരും സുഹൃത്തെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദം നബി മുതൽ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാല് അത് കേവലം എന്തെങ്കിലും ഒരു സിദ്ധാന്തമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ, സമ്പൂർണമായ, സർവകാലികമായ ഒരു ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തെ എങ്ങനെയും ബാധിക്കുന്ന ഏത് വിഷയവും പരിശുദ്ധ ഇസ്ലാമിന്റെ ചർച്ചയിൽ വരും. മനസ്സിലായോ? അപ്പൊ ഇസ്ലാമിന്റെ ചർച്ചക്കപ്പുറത്തൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ വിഷയക്ക് ഇസ്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ ചർച്ചയിൽ ആരോടാ സലാം പറയേണ്ടതുണ്ട്? പരിശുദ്ധ ഖുർആൻ അത് ചർച്ച ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ അതൊന്നും വേണ്ട, ഞാനൊരു സോഷ്യൽ മുസ്ലിമാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് സോഷ്യൽ മുസ്ലിം എന്നൊരു മുസ്ലിം ഉണ്ടായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് സോഷ്യൽ മുസ്ലിം എന്നൊരു മുസ്ലിം ഉണ്ടായിരുന്നു. ഇപ്പം മുസ്ലിമിന്റെ കൂടെ സോഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു അഡ്ജക്റ്റീവ് കൂട്ടേണ്ടി വന്നത് എന്തുകൊണ്ടാ? അത് നമ്മൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്ന് കൂട്ടണം. മുജാഹിദാന്ന് കൂട്ടണം, ജമാഅത്താന്ന് കൂട്ടണം, തെബലീഗാന്ന് കൂട്ടണം, സുന്നിയാന്ന് കൂട്ടണം, നിങ്ങൾ സോഷ്യലാന്ന് കൂട്ടണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സോഷ്യൽ എന്നതിന്റെ പിന്നാലെ കൂട്ടേണ്ട ആവശ്യം വന്നത്? പണ്ടതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇപ്പം തന്നെ ആവശ്യം വന്നത് കുറെ വേറെ പലതും വന്നതുകൊണ്ടാ. അപ്പൊ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുത്ത് അതേതാ സോഷ്യൽ. എന്താണ് ഈ സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവും. അവരുടെ ആശയം ഇന്നതാന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലാവും. ജമാഅത്ത് പറഞ്ഞാൽ ഇന്നതാന്ന് മനസ്സിലാവും. സുന്നി എന്ന് പറഞ്ഞാൽ ഇന്നതാന്ന് മനസ്സിലാവും. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്നതാന്ന് മനസ്സിലാവും. ഓരോ വിഭാഗത്തിന്റെയും ആശയങ്ങൾ മനസ്സിലാക്കുമ്പോ അവരൊക്കെ ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേ സ്ഥാനത്ത് സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സത്യത്തിൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ എന്റെ ഒരു അറിവ് കുറവ് പറയാണ്. ഞാൻ ചില കാര്യങ്ങളിലൊക്കെ ചില സൈറ്റുകളിലൊക്കെ പരിശോധിക്കുമ്പോൾ ചില ആളുകളെ കുറിച്ച് പരിചയപ്പെടുന്ന സ്ഥലത്ത് സോഷ്യൽ മുസ്ലിം എന്ന് കാണാം.
അപ്പൊ എനിക്ക് എന്തൊക്കെ സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും നിങ്ങളിപ്പോ ഒരു സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കാലോ, എന്താണ് ഈ സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞാല്? അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായി. ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞാല് വളരെ നന്നായിരുന്നു. ഞാൻ മൈക്ക് വിടാം. ഓക്കെ, എന്റെ ഉസ്താദെ, ഞാൻ പറഞ്ഞത് നമ്മളൊരു ഇതിനു വേണ്ടി പറഞ്ഞതല്ല. അതായത് നമ്മൾക്കറിയാം പരിശുദ്ധ ഖുർആനും അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിം എന്ന്. നബി സല്ലല്ലാഹു അന്ന് നമുക്കറിയാം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രബോധനം ചെയ്യപ്പെട്ട അതേ മതം, ഇതേ സംഗതികള് നമുക്ക് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അത് ഖുലഫായി റാഷിദീങ്ങൾ വഴി, പിന്നെ അത് അമവി ഓരോരോ കാലഘട്ടത്തിൽ വഴി നമ്മുടെ എത്തി. ഈ ധർമ്മം ഏത് സംഘടനയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ലാ ഇസ്ലാമ ഇല്ലാബൽ ജമാഅത്തി വലാ ജമാഅത്ത ഇല്ലാബൽ ഇതാഅത്തി വലാ ഇതാഅത്ത ഇല്ലാബൽ, അത് പറഞ്ഞത് തെറ്റാണ്. ആ സംഘടനയില്ലാതെ ഇസ്ലാമില്ല. നമ്മൾക്ക് എല്ലാത്തിനും സംഘടിതമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ഇപ്പൊ നമ്മൾ എല്ലാ സംഘടനക്കാരെ കുറിച്ചും നമ്മൾ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഒരു കുണ്ടിലിരിക്കുന്ന ഒരു തവള പോലെ അതിന് മുകളിലൊന്നുമില്ല എന്നുള്ളൊരു ധാരണയ്ക്ക് നമ്മൾ എല്ലാ സംഘടനകളും, ഇപ്പൊ മുജാഹിദുകാർ എന്താണോ അവരെ ഭരണഘടന എന്താണ് പറയുന്നത്, അത് ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്താണ് പറയുന്നത്, നമ്മൾ അവരതൊക്കെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മറ്റു മതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതസൗഹാർദ്ദത്തിനൊക്കെ എത്രയോ പരിഗണന കൊടുത്തിട്ടുണ്ട്. അന്ന് നമ്മളൊരാളെയും എല്ലാ മതത്തെയും നമ്മൾ സുഹൃത്തെ, നിങ്ങൾക്ക് പിന്നെ ഞാൻ ഡോട്ട് ഇടേണ്ടി വരികയാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ മാപ്പി ചോദിക്കണം കേട്ടോ. ഡോട്ട് ഇടേണ്ടി വന്നതാണ്. കാരണം നിങ്ങൾ പിന്നെ ഒരു സംസാരത്തിന്റെ ശൈലിയിലേക്ക് അങ്ങനെ പോവുകയാണേ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. ഇത് ചർച്ചയുടെ സമയമാണ്. ഇപ്പോൾ ഒരു എന്താ പറയാ, ഒരു ഒറ്റയാൻ സംസാരത്തിന്റെ സമയമല്ല ഇപ്പൊ ക്ലാസ് റൂമിൽ. അപ്പൊ ഞാൻ നിങ്ങളോട്, നമ്മളൊരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോ ഞാൻ നിങ്ങളോട് സ്വാഭാവികമായിട്ട് ചോദിച്ചു, എന്താ സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞാല്? നിങ്ങളത് പറഞ്ഞിട്ടില്ല. എന്താണ് സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് വേറെ പലതും പറഞ്ഞു. എന്താണ് മുജാഹിദ് എന്ന് പഠിക്കണം. അത് പഠിച്ചല്ലോ ഞങ്ങൾ സുഹൃത്തെ. ഞങ്ങൾ എന്താണ് മുജാഹിദ് എന്ന് പഠിച്ചു, എന്താണ് ജമാഅത്ത് എന്ന് പഠിച്ചു. നീ കേട്ടോളൂ, നിങ്ങൾ എന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് ഞങ്ങൾ പഠിച്ചു. മനസ്സിലായോ? അതൊക്കെ പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത്. കാരണം എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ സോഷ്യൽ മുസ്ലിമിന്റെ ഒരു അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു. അതായത് മുസ്ലിമീങ്ങളിൽപ്പെട്ട മറുവിഭാഗത്തെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ഒരു കുറ്റവും ആരെ പറ്റിയും പറയാൻ പാടില്ല, അല്ലെ? ഒരു വിഭാഗത്തെ പറ്റി ഒരു കുറ്റവും പറയാൻ പാടില്ല. നമ്മൾ എന്താക്കുക, നമ്മളെ വൈക്ക് അങ്ങനെ പ്രബോധന പ്രവർത്തനം നടത്തിയിട്ട് അങ്ങനെ പോവുക. ഇതാണ് ഈ സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണോ സുഹൃത്തെ? ആണെങ്കിൽ അനുസരിച്ചേക്ക് അങ്ങനെയാണോ? അതാണ് സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞാല്. ആരെ പറ്റി നമ്മളൊന്നും പറയരുത്, മുസ്ലിമീങ്ങളായിട്ട് ആരെ പറ്റി എന്താക്കരുത്, ഒന്നും പറയരുത്, നമ്മൾ അങ്ങനെ പോകാന്നാണോ ഒരു സോഷ്യൽ മുസ്ലിം എന്ന് പറയുന്ന അർത്ഥം? ആണെങ്കിൽ ഒന്ന് ശരിക്കും പറയണ്ട. അതിന് എസ് അടിച്ചാൽ മതിയായിരുന്നു. പറയേണ്ട ആവശ്യമില്ല. കാരണം അത് പറയാൻ മൈക്കെന്ന് ഞങ്ങൾ ഞാൻ അതിനൊരു 5 മിനിറ്റ് പ്രസംഗിക്കും. ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അത് മാത്രം പറഞ്ഞു വെക്കണ ഒരവസ്ഥയാണെങ്കിൽ ഞാൻ മൈക്ക് തന്നിരുന്നു, നിങ്ങളുടെ എസ് അടിക്കാൻ പറയില്ലായിരുന്നു. പക്ഷെ അതിന് മൈക്ക് ഞങ്ങൾ എന്താക്കും, ഞങ്ങൾ ആദ്യം അവിടെ മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങും. അപ്പൊ സംഗതി ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എസ് അടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഏതായാലും നിങ്ങൾ എസ് അടിച്ചത് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് പറയട്ടെ. അതായത് നിങ്ങൾ മനസ്സിലാക്കിയ സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞാല് ആരും ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ നമ്മളൊരു സോഷ്യൽ ഡോക്ടർ ആകുക. സോഷ്യൽ ഡോക്ടർ അതെന്താ? സോഷ്യൽ ഡോക്ടർ എന്ന് പറഞ്ഞാല് ഇവിടെ മരുന്ന് വെക്കണ ആരും ഒന്നും പറയാൻ പാടില്ല സോഷ്യൽ ഡോക്ടർക്ക്. സോഷ്യൽ ഡോക്ടർക്ക് മരുന്ന് വെക്കുക. കാരണം എല്ലാവരും മരുന്നല്ലേ കൊടുക്കണത്. മരുന്ന് എന്തിനാ കൊടുക്കണത്? ജനങ്ങൾ രോഗികളാണ്. ആ രോഗികളുടെ രോഗം മാറാൻ വേണ്ടി പലരും പല മരുന്നും കൊടുക്കുന്നുണ്ട്. നമ്മളെന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ആണ് നമ്മൾ ആരും ഒരു കുറ്റം പറയാൻ പാടില്ല എന്നുണ്ട് നമ്മളെ നാട്ടിലെ സോഷ്യൽ ഡോക്ടർ. സോഷ്യൽ ഡോക്ടർ വീടിന്റെ പടിക്കല് പിറ്റേന്ന് വേറൊരു ഡോക്ടർ വന്ന് ആ ഡോക്ടർ അയാളുടെ അടുത്ത് വരുന്ന രോഗികളോട് പറയുന്നത്, നിങ്ങൾ പെയിൻ കില്ലർ നന്നായി കഴിക്കണം എന്നാണ്. ഊരവേദന എന്ന് പറഞ്ഞ് വരുന്നാക്കി ഇയാൾ ഡസൻ കണക്കിന് പെയിൻ കില്ലർ എഴുതി കൊടുക്കും. ഈ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഡോക്ടർ പ്രതികരിക്കണോ പ്രതികരിക്കാതിരിക്കണോ? നിങ്ങളൊന്ന് പറയും. സോഷ്യൽ ഡോക്ടർ പ്രതികരിക്കണോ പ്രതികരിക്കാതിരിക്കണോ? പ്രതികരിച്ച നിങ്ങൾ പറയുമേ അയാൾ എന്തിനാ ഓല കുറ്റം പറയണത്? പ്രതികരിക്കാതിരുന്നാൽ ബുദ്ധിയുള്ളവരെന്ത് പറയും? ഇങ്ങനെ പെയിൻ കില്ലർ രോഗികൾക്ക് കൊടുത്താൽ
ആ രോഗിയുടെ ശരീരത്തിനുണ്ടാകുന്ന ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന കുഴപ്പം മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഡോക്ടർ അതിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടോ ഇല്ലേ? സമൂഹം ഒന്നടങ്കം പറയും ആ ഡോക്ടറുടെ ബാധ്യതയാണ് പ്രതികരിക്കേണ്ടത്. എന്നാ ഇതേ ബാധ്യത ഇതുപോലത്തെ മരുന്ന് വെക്കണോലാണ് ജമാഅത്തുകാരെന്നും മുജാഹിദെന്നും തബ്ലീഗുകാരെന്നും മനസ്സിലാക്കിയ മതത്തിന്റെ, അതായത് ആത്മാവിന്റെ ഡോക്ടർമാരായ പണ്ഡിതന്മാർക്കുണ്ട്. മനസ്സിലായെങ്കില്? അപ്പൊ ഡോക്ടർ സോഷ്യൽ ഡോക്ടറാന്ന് പറഞ്ഞാൽ മിണ്ടാതെക്കാൻ പറ്റൂല. യഥാർത്ഥ ഡോക്ടറുടെ ധർമ്മം എന്താണ്? അവിടെ വ്യാജമരുന്ന് വിൽക്കുന്നവനെ തുറന്നു കാണിക്കണം സമൂഹത്തിന്റെ മുമ്പിൽ. കാരണം എന്താ? അല്ലെങ്കിൽ ആളുകളുടെ തടി കേടുവരും. ആ തടി കേടുവരാതിരിക്കാൻ തന്നെ കൊണ്ടാകുന്നത് താൻ പഠിച്ച അറിവ് ചെലവഴിക്കേണ്ടത് ഡോക്ടറുടെ ബാധ്യതയാണ്. അതുപോലെ ആളുകളുടെ ആത്മാവ് ചില വ്യാജ മതക്കാർ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തുറന്നു പറയേണ്ടത് അതേക്കുറിച്ച് പഠിച്ച മതപണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. ഈ ബാധ്യതാ നിർവഹണം നടത്തേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അതുകൊണ്ട് നിങ്ങൾ നോക്കി, ആദം നബി മുതൽ ഇങ്ങോട്ട് നടന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതലുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം, പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. എല്ലാ പ്രവാചകന്മാരും അക്കാലത്തുള്ള എല്ലാ വ്യാജന്മാർക്കെതിരെയും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിക്കണമല്ലോ. അല്ല ഞാനത് സോഷ്യലാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ട ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ആരും നിന്നിട്ടില്ല. അതായത് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കേണ്ടവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് പ്രതികരിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മതിയായ ഉദാഹരണമാണ്. ഡോക്ടർ പ്രതികരിക്കണം. എന്തിന്? ജനങ്ങളെ തടി കേടാകാതിരിക്കാൻ. എന്നാൽ പണ്ഡിതൻ പ്രതികരിക്കണം. എന്തിന്? ജനങ്ങളുടെ ഈമാൻ കേടുവരാതെക്കാൻ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാനൊരു സോഷ്യൽ ഇസ്ലാമാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് സുന്നികളുടെ ആശയമാണോ നിങ്ങൾക്കുള്ളത്? മുജാഹിദിന്റെ ആശയമാണോ നിങ്ങൾക്കുള്ളത്? ജമാഅത്തിന്റെ ആശയമാണോ നിങ്ങൾക്കുള്ളത്? ഒരു മറുപടി പറയും. അവനെ ഞാൻ അതൊന്നല്ല സോഷ്യലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഞാൻ അതൊന്നല്ല, ഞാൻ സോഷ്യലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശയം എന്താണ്? ഞങ്ങൾ പിന്നെ വ്യക്തമായി ചോദിക്കേണ്ടി വരും. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ ചോദിക്കേണ്ടി വരും. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ആ കാഴ്ചപ്പാട് നിങ്ങൾ പറയുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാട് സുന്നികളുടെ കാഴ്ചപ്പാടാകണം, അല്ലെങ്കിൽ മുജാഹിദിന്റെ കാഴ്ചപ്പാടാകണം, ജമാഅത്തുകാരന്റെ കാഴ്ചപ്പാടാകണം, തബ്ലീഗുകാരന്റെ കാഴ്ചപ്പാടാകണം, അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഇല്ലാത്ത വേറൊരുത്തന്റെ കാഴ്ചപ്പാടാകണം. ഏത് കാഴ്ചപ്പാടാണെങ്കിലും ആ കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആനിനോട് ഒക്കുന്നതാണോ അല്ലാത്തതാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണെന്ന് കണ്ടാൽ ഞങ്ങൾ പറയും നിങ്ങളും വ്യാജനാണ് എന്നറിയും. അപ്പൊ ഞങ്ങൾ പറയും പുതിയൊരു സോഷ്യൽ എന്നൊരു സാധനം വന്നിക്കണ്, അതും വ്യാജനാണ്. മുജാഹിദ് എന്നൊരു സാധനം വന്നത് അത് വ്യാജനാണ്. ജമാഅത്തെ ഇസ്ലാം എന്നൊരു സാധനം വന്നത് അത് വ്യാജനാണ്. ഇപ്പൊ സോഷ്യൽ മുസ്ലിം എന്നൊരു സാധനം വന്നത് അതും വ്യാജനാണ് ഞങ്ങൾ പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ട് പറയേണ്ടി വരും? നിങ്ങളുടെ ആശയം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയുന്നത് ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർക്കാണ്. ഹദീസിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയുന്നത് ഹദീസ് പഠിച്ച പണ്ഡിതന്മാർക്കാണ്. അത് പരിശോധിച്ചിട്ട് യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇതാ പുതിയൊരു സോഷ്യലിസം വന്നിട്ടുണ്ട്, അതും വ്യാജമാണ് എന്ന് ഞങ്ങൾ പറയേണ്ടി വരും. അത് മാത്രമേ ഇവിടെ നടക്കണുള്ളൂ. ഇനി എന്താ? ഞങ്ങൾക്ക് നല്ല പൂതിന്റെ സുഹൃത്തെ ആരും കുറ്റം പറയാതെ മുന്നോട്ട് പോകാൻ. ഞങ്ങൾ വ്യക്തികളെ കുറ്റം പറയുന്നില്ലല്ലോ. വ്യക്തികളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ആ വ്യക്തികൾ ഇസ്ലാമിന്റെ പേരിൽ ചെലവഴിക്കുന്ന ആശയങ്ങളെയാണ് ഞങ്ങൾ കുറ്റം പറയേണ്ടി വരുന്നത്. അതില്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? ഓരോരുത്തർ ഇത്തരം പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുമ്പോ എന്നാ ജനങ്ങളെ കണ്ട് പേച്ചോട്ടെ, ഓരോരുത്തും ഇല്ലേ കുറച്ചൊക്കെ നല്ല നോക്കിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ പറയേണ്ടി വരും. അത് പറയാനാണ് ഇത്തരം സന്ദർഭങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആജ്ഞാപനമാണ്, ഖുർആനിന്റെ അധ്യാപനമാണ്. അതാണ് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ എല്ലാ പ്രവാചകന്മാരും നടത്തിയിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ മൈക്ക് കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ സോഷ്യൽ മുർക്ക് അങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്ന് പറഞ്ഞതല്ല സുഹൃത്തെ, പ്രിയപ്പെട്ട ഉസ്താദെ. അതായത് ഞാൻ പറഞ്ഞത് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം കണ്ടിട്ടുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് കണ്ടിട്ടുണ്ട്, തബ്ലീഗ് ജമാഅത്തിൻ്റെത് കണ്ടിട്ടുണ്ട്, സുന്നിയുടെ കണ്ടിട്ടുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് സുന്നിയുടെ വലിയ മസ്ജിദും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
എല്ലാ പ്രസ്ഥാനവും എനിക്ക് അറിയുന്നതാണ്. എനിക്ക് ഞങ്ങളെ മഹല്ല് തന്നെ സുന്നി ഉസ്താദാണ്. അവിടെ വയല് പരമ്പരകൾ നടക്കാറുണ്ട്, ഞാൻ വയല് കേൾക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതേപോലെ ജമാഅത്ത് ഇസ്ലാമി അടുത്ത മഹല്ലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് നമ്മളൊരു എല്ലാ രാശിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ജുമാ കുത്തുബയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബിയിലായിരുന്നു കുത്തുബ നടത്തിയത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് പിടിച്ചിരുന്നു. എന്താണ് കാരണം? അന്ന് ശത്രുക്കളെ പേടിച്ചിട്ട് വാള് പിടിച്ചിരുന്നു. പക്ഷെ അന്ന് ആ ആനുകാലിക സംഭവം, അന്നത്തെ വിഷയത്തിലുള്ള ചർച്ചകളായിരുന്നു ഓരോ ആഴ്ചയിലും നടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് ഒരാഴ്ച ഒരു മുസ്ലിമിന് എന്താണ് കൊടുക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരാഴ്ച നമ്മൾ ഉത്ബോധനം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാനൊരു സംവാദത്തിന് ശരിയല്ല, എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും എനിക്കിഷ്ടമാണ്. ഞാൻ എന്റെ പരമ്പരാഗത വരെ ഞാനൊരു സുന്നി കുടുംബത്തിൽ ജനിച്ച ആളാണ്. സുഹൃത്ത് സന്തോഷം. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങൾ പങ്കുവെക്കുമ്പോൾ അല്പാൽപ്പം പങ്കുവെക്കാൻ ശ്രമിച്ചാൽ വളരെ ഉപകാരം. കേട്ടോ, ഒന്നായിട്ട് പങ്കുവെച്ചാലേ അത് താങ്ങാനുള്ള വോൾട്ടേജ് ഇല്ലാത്ത പല ആൾക്കാരും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അല്പാൽപ്പം പങ്കുവെച്ചാല് എന്താണ് ആ പങ്കുവെച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ പങ്ക് ചെയ്യുമെന്ന് നമുക്ക് കുറെ മനസ്സിലായി. കാരണം നിങ്ങളെ കൽവിൽ കുറെ തെറ്റിദ്ധാരണ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങളിപ്പോ പറഞ്ഞ സോഷ്യൽ ഇസ്ലാം എന്നൊരു സംഘടന ഉണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സുഹൃത്തെ. സംഘടന ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു വ്യക്തിയാണെങ്കിലും മുസ്ലിമായ ഒരാൾക്ക് ഒരു ആദർശം ഉണ്ടാവുമല്ലോ. ആ ആദർശം എന്താണെന്ന് നോക്കിയിട്ടാണ് ആ വ്യക്തിയുടേതാണെങ്കിലും സംഘടനയുടേതാണെങ്കിലും അത് ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. ഇപ്പൊ നിങ്ങളൊരു ആദർശം പറഞ്ഞു, എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അറബി ഭാഷയിലാണ് ഖുത്ബ ഓതിയത് നിങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞു കയ്യിൽ വാള് പിടിച്ചിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ശത്രുക്കളെ പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കരിച്ചുമ്പോ പേടിയില്ല, ഖുത്ബ ഓതുമ്പോ മാത്രമേ പേടിയുള്ളൂ? അറിയായിട്ട് ചോദിക്കുക കേട്ടോ, അറിയായിട്ട് ചോദിക്കാണ്. നിസ്കരിക്കുമ്പോ പേടിയില്ലേ? ഈ ഖുത്ബ ഓതുമ്പോ മാത്രം പേടി, ഖുത്ബ കണ്ടു കഴിഞ്ഞാൽ പേടി തീർന്നോ? അല്ല, വാങ്ങൊടുക്കുമ്പോ ആർക്കും പേടില്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു മക്കത്ത് വാങ്ങൊടുത്തിരുന്ന, മദീനത്ത് വാങ്ങൊടുത്തല്ലോ. അപ്പൊ കയ്യിൽ എന്താ വാള് പിടിക്കാത്ത? പേടിയില്ല ശത്രുവിനെ? ഇല്ലേ? എന്താ സുഹൃത്തെ നിങ്ങൾ ഈ പറ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് പേച്ചതുണ്ടെങ്കിൽ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അന്ന് കയ്യിൽ വടി പിടിച്ചിരുന്നു എന്ന ഹദീസിലുള്ളത്. വാളല്ല കേട്ടോ, വടിയാ പിടിച്ചത്. എന്തിന്? ശത്രുക്കളെ പേടിച്ചിട്ടേ. എന്താ വടി എന്ന് പറഞ്ഞത്? ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? പല്ലിയ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിയ സമയത്ത് ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞിട്ട് ഇടയിൽ ഇരുന്നിരുന്നു. എന്തിനായിരുന്നത്? നിങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കയ്യിൽ വടി പിടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിൽ വടി പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അതേ വടി പിടിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതേ വടി കയ്യിൽ പിടിച്ചിട്ടാ ഖുത്ബ ഓതിയത്. കലാപകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞു വെക്കുകയും മദീനത്തെ പള്ളിയിൽ നിന്ന് ആ വടിയെടുത്ത് പൊട്ടിച്ചു കളയുകയും ചെയ്തപ്പോൾ ആ വടി കൂട്ടിക്കെട്ടിയിട്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടുത്ത വെള്ളിയാഴ്ച മുതൽ ഖുതുബക്ക് മിമ്പറിൽ പിടിച്ചത് എന്ന ചരിത്രത്തിൽ കാണുന്നു. വലിയ ശത്രുക്കൾ വാളും കൊണ്ട് വരുന്നത് പേടിച്ചിട്ടാണോ ഈ കൂട്ടിക്കെട്ടിയ വടിയും കയ്യിൽ പിടിച്ചിട്ട് ഖുതുബ ഓതുന്നത്? അങ്ങനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സുഹൃത്തെ ഞങ്ങൾക്കില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. മനസ്സിലായോ? പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ഉച്ചക്കന്നെ ഖുത്ബ ഓതിയത്? അതൊക്കെ പരിശോധിക്കണല്ലോ നമുക്ക്. എന്തിനാ വെള്ളിയാഴ്ച ഉച്ചക്കന്നെ ഖുത്ബ ഓതിയത്? അപ്പൊ ഞമ്മക്ക് പറയാ അതന്നേ അവിടെ എന്ന് പറഞ്ഞാല് മദീനത്ത് പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ലാത്ത ദിവസം വെള്ളിയാഴ്ച ചെയ്യുന്നു. അപ്പൊ ആളുകളൊക്കെ അന്ന് കൂടുന്നതുകൊണ്ട് ഉച്ചക്ക് എന്താക്കി? ഖുത്ബ ഓതി. ഞമ്മക്കൊരു കാര്യം ചെയ്യാ, ഞമ്മക്കിവിടെ ഓഫീസിന് അവധിയില്ലാത്ത ദിവസം വെള്ളിയാഴ്ച, സ്കൂളിൽ ഉണ്ട്, അന്ന് സ്കൂളുണ്ട്, ഓഫീസുണ്ട്, കടകൾ തുറക്കും, എല്ലാവർക്കും തിരക്കുള്ള ദിവസം വെള്ളിയാഴ്ച. അന്ന് ഉച്ചക്ക് ഉപദേശിക്കാൻ നിന്ന ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല. ഏറ്റവും നല്ല ഞായറാഴ്ച. ഉച്ചക്കാണെങ്കിലോ ആളുകളുടെ ക്ഷീണത്തിന്റെയും തിരക്കിന്റെയും സമയം. അതുകൊണ്ട് ഞായറാഴ്ച മഗ്‌രിബിന്റെ ശേഷം ആക്കിയാലോ വെള്ളിയാഴ്ചത്തെ ഖുത്ബ. അതെന്താ പറ്റായി? നിങ്ങൾ അതിനൊക്കെ ഒന്ന് ഉത്തരം പറയ് കേട്ടോ. വടി കയ്യിൽ പിടിച്ചതിന് മാത്രം യുക്തി കണ്ടാ പോരങ്ങള്. ആ യുക്തി കാണുന്ന മനസ്സ് വളരെ ചെറിയ മനസ്സാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് തിരിച്ചറിയാം. നമ്മുടെ ബുദ്ധി കൊണ്ട് പലതിനും യുക്തി കാണാൻ നിന്നാല് കാര്യങ്ങൾ വലിയ അപകടത്തിൽപ്പെടും. മനസ്സിലായോ? അങ്ങനെ യുക്തി കണ്ടിട്ട് ചേകനൂർ എന്തൊക്കെ പറഞ്ഞു. അവസാനം ചേകനൂരിന്റെ യുക്തിയും കാണാനില്ല, ആളും കാണാനില്ല. അവസാനം തെരഞ്ഞു നോക്കിയിട്ടോ എല്ലും കഷ്ണം കാണാനില്ല. ആ ഒരവസ്ഥയ്ക്ക് വന്നില്ലേ?
അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ബുദ്ധി മികച്ച ബുദ്ധിയാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് പല ധാരണ പിശകുകളും വന്നിട്ടുണ്ട്. അത് സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താ? ജുമാ ഖുത്ബയുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്താ? കേട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം. കുറേ സുന്നത്തുകൾ പറഞ്ഞുതരാം. ഒന്ന്, വെള്ളിയാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാന്റെ സമയത്ത് 2 റക്അത്താണ് ഫർള് നിസ്കരിക്കാറുള്ളത്. സാധാരണ ദിവസം പോലെ 4 റക്അത്ത് നിസ്കരിക്കാറില്ല. ആ 2 റക്അത്തിന്റെ മുമ്പ് 2 ഖുത്ബ ഓതാറുണ്ട്. ആ ഖുത്ബ ഓതുമ്പോ ആദ്യത്തെ ഖുത്ബ കഴിഞ്ഞാൽ ഇരിക്കാറുണ്ട്. രണ്ടാമത്തെ ഖുത്ബക്ക് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. കയ്യിൽ വടി പിടിക്കാറുണ്ട്. വുളൂ ചെയ്യാറുണ്ട്. ഔറത്ത് മറക്കാറുണ്ട്. ഖുത്ബ ഓതുന്ന സമയത്ത് ജനങ്ങളിലേക്കും നിസ്കരിക്കുന്ന സമയത്ത് ഖിബിലയിലേക്കും തിരിഞ്ഞു നിൽക്കാറുണ്ട്. ആ നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അറബി ഭാഷ മാത്രമേ പ്രയോഗിക്കാറുള്ളൂ. ഖുത്ബയിലും ആദ്യം മുതൽ അവസാനം വരെ അറബി ഭാഷ മാത്രമേ പ്രയോഗിക്കാറുള്ളൂ. കുറെ സുന്നത്തുകൾ ഇപ്പൊ ഞാൻ എണ്ണി. ഇതെല്ലാത്തിലും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം എന്നാ ഞങ്ങൾ പറയുന്നത്. മനസ്സിലായോ? ഞങ്ങൾ പറ എല്ലാത്തിലും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. അപ്പൊ വേറെ ചില ആൾക്കാർ പോലെ യുക്തിയിട്ട് വരികയാണ്. എന്നിട്ട് പറയും എല്ലാത്തിലും ഒന്നും പിൻപറ്റണ്ട, ചിലയിലൊക്കെ പിൻപറ്റിയാൽ മതി. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. ആ ചിലതിൽ പിൻപറ്റിയാൽ മതി എന്ന് പറയണത് എന്താ? ഓന്റെ യുക്തി. എന്താ ഓന്റെ യുക്തി? പകുതി യുക്തിയാണ്. എന്താ? നബിതങ്ങൾ അറബിയിൽ ഖുത്ബ ഓതിയതേ അത് അറബി ഭാഷയാണ്, ഓലെ നാടൻ ഭാഷ. അതുകൊണ്ടാ നമ്മളെന്താക്കിയാ മതി? നമ്മളെ ഭാഷയിൽ ഓതിയാ മതി. അപ്പൊ റസൂലുള്ള അറബിയിൽ നിസ്കരിച്ചതോ അതെന്തിനാ? അത് ഖുത്ബ മാത്രല്ലല്ലോ, ഖുത്ബ കഴിഞ്ഞിട്ട് നിസ്കാരത്തിന്റെ പരിപാടി ഉണ്ടല്ലോ. അതോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ നിസ്കരിച്ച എന്തിനാ? അത് ഓരോ നാടൻ ഭാഷ ആയതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ നിസ്കരിച്ചാൽ മതി എന്നാണ്. യുക്തിക്കൊരു അന്തമുണ്ട് എന്ന് പറയുന്നു. യുക്തിക്കുമാണ് ഒരു അന്തം. മതം എന്ന് പറഞ്ഞാൽ യുക്തി നോക്കി പറയാനുള്ളതല്ല. പക്ഷെ യുക്തിക്കൊരു അന്തം വേണ്ടേ? ആ യുക്തിക്ക് അന്തമുണ്ട് എന്ന് പറയണമെങ്കിൽ നിസ്കാരവും അന്ന് അങ്ങനെ അറബിയിലായതുകൊണ്ടായിരുന്നു നമ്മളെ മലയാളത്തില്. പിന്നെ കയ്യില് വടി പിടിച്ചത് അത് ശത്രുവിനെ പേടിച്ചിട്ടായിരുന്നു. അപ്പൊ ഖുത്ബയിൽ മാത്രം പിടിച്ചാ പോരാ, നിസ്കാരത്തിലും പിടിച്ചണം. അങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. മാത്രമല്ല ഇപ്പൊ നമ്മള് വാളല്ല പിടിക്കേണ്ടത്. പിന്നെ ഇപ്പോഴെന്താ? ഇപ്പൊ നമ്മള് വല്ല ഗണ്ണും കയ്യിൽ പിടിച്ച് നിസ്കരിച്ചേണ്ടി വരും. കാരണം ശത്രുവിനെ പേടിയുള്ള നാട്ടിലൊക്കെ നിസ്കരിച്ചേണ്ടത് ഖുത്ബ ഓതുമ്പൊക്കെ അങ്ങനെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോ ഖുത്ബ ഓതിയപ്പം ഇടയിൽ ഇരുന്നിരുന്നു. ആ ഇരുന്നത് പിന്നെ റസൂലുള്ളാഹിക്ക് വയസ്സായതുകൊണ്ടോ ഊരവേദന ആയതുകൊണ്ടൊക്കെ ഇരിക്കും. നമുക്ക് പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അന്ന് ഓതിയത് ഉച്ചക്കാണ്. അത് നാട്ടുകാർ ഒഴിവ് അപ്പടായതുകൊണ്ട് ഇരിക്കും. നമുക്ക് ഒഴിവ് രാത്രി ആയതുകൊണ്ട് അതാണ് നല്ലത്. അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. അതിന്റെ കാരണം അന്ന് അവിടെ ഹോളിഡേ അങ്ങനെയാണ്. നമ്മുടെ ഹോളിഡേ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് അതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ ഫുള്ള് യുക്തിയൊക്കെയാണ്. ഇപ്പൊ എന്നെ ഓനൊരു യുക്തിവാദി എന്ന് പറയുന്നു. നമുക്ക് മനസ്സിലാക്കാം ഓന് യുക്തിന്റെ ആളാണ്. ഇത് പകുതി യുക്തിയും പകുതി യുക്തിഭാവമായാലേ അവിടെയാണ് വലിയ. അതിൽ തന്നെ യുക്തി ഇല്ലല്ലോ. അതിന്റെ യുക്തി എന്താ? പകുതി വിഷയങ്ങളിൽ മാത്രം യുക്തി കണ്ടെത്തുകയും മറ്റു പല വിഷയങ്ങളിൽ യുക്തി ആലോചിക്കാതെ പിൻപറ്റുകയും ചെയ്യുന്നതിന്റെ യുക്തി എന്താണ്? അതാ ഞങ്ങൾ ചോദിച്ചുകൊടുക്കണേ. അപ്പൊ യുക്തി വേണമെന്ന് പറഞ്ഞവന്റെ നടപടികളെങ്കിലും ഒരു യുക്തി വേണ്ടേ? അപ്പൊ യുക്തി ഇല്ലാത്ത പല പണിയാണ് യുക്തിവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഖേദം കൂടി ഞങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഒരുപാട് മിഥ്യാധാരണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. അതൊക്കെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുക. അതൊരു ഒരു പഠിതാവിന്റെ രീതിയിൽ എല്ലാം തിരുത്തണമെന്ന ധാരണ നിങ്ങൾക്കുണ്ടാകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എല്ലാം തിരുത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾക്ക് മൈക്കെടുക്കാവുന്നതാണ്. കൂടുതൽ സമയം പ്രസംഗിക്കരുത്. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ള വെച്ചാൽ ചോദിക്കുക, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക, അത് പറയാ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് എപ്പോഴാണോ എനിക്ക് ഡോട്ട് ഇടുന്നത് അതുവരെയുള്ള സംസാരിക്കാനുള്ളതേ എനിക്കുള്ളൂ. എന്റെ സംസാരം കൂടിപ്പോകുന്ന എനിക്ക് എപ്പം നിർത്താൻ പറ്റുമെന്നറിയില്ല. ഓക്കെ, ഇപ്പൊ ഞാനൊരു വാദപ്രതിവാദത്തിന് റെഡിയായി വന്ന ഒരാളൊന്നുമില്ല. എനിക്ക് അങ്ങനെ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും കഴിയില്ല. എനിക്ക് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളെടുത്ത് പങ്കുവെച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തിരോളം ഈ ജുമയുടെ കാര്യങ്ങളും ഖുത്ബയുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോ ഒരു ജമാഅത്ത് പള്ളിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആശയങ്ങൾ ഇവിടെ ഞാൻ എന്റെ അടുത്ത ഈ മഹല്ലില്
ഇവിടെ തന്നെ ഞാനിപ്പോ ഈ റാസൽ ഖൈമ എന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ അതായത് ഇവിടെ ഇപ്പോ അറബി കുത്തുബ കഴിഞ്ഞതിന് ശേഷം അറബി കുത്തുബകൾ അത്യാവശ്യമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് ആ വിഷയത്തെക്കുറിച്ച് ഓരോരോ ആഴ്ചയിൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് ഔക്കാഫ് കൊടുക്കുകയായിരിക്കും ചെയ്യുക. അത് ഇവരിവിടെ വായിച്ചതിന് ശേഷം അതിന്റെ അർത്ഥം ഈ കുത്തുബ കഴിഞ്ഞതിന് ശേഷം മലയാളി സംഘടനകൾ അവരതിന്റെ പരിഭാഷ ജനങ്ങൾക്ക് പറഞ്ഞ് ഇന്നത്തെ കുത്തുബയിൽ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും അതുപോലെ തന്നെ ഇതൊക്കെ വലിയ വലിയ വിഷയമാണ്. നമ്മളിങ്ങനെ ഒരു വാദപ്രതിവാദത്തിന് അത് അങ്ങനെ ചെയ്ത് ഇതാക്കാനുള്ള താല്പര്യം എനിക്ക് അത്ര കൂടുതലായിട്ട് ഉസ്താദ് പറയുന്നത് മാതിരി വിശദീകരിച്ച് പറയാനോ ഇൽമൊന്നുമില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തിരോളം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു ഞാനിപ്പോ നിങ്ങൾ ഈ സോഷ്യൽ മുസ്ലിം എന്ന് പറഞ്ഞൊരു സംഘടന, ഞാൻ അങ്ങനത്തെ ഒരു സംഘടന, ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. അപ്പോ ഇത് വലിയൊരു വിഷയമാണ്. നമ്മളിങ്ങനെ എന്റെ മൈക്ക് എപ്പോഴാണ് ഡോട്ടിടാന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ കട്ടാക്കും. ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് ചർച്ചകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. എനിക്കിപ്പോ കുറച്ച് പുറത്തു പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയൊക്കെ സംസാരിക്കാൻ ഞാൻ റൂമിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ വീണ്ടും വരാം, നാളെ വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ. താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. STVയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്നും വരണം കേട്ടോ. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ഓരോന്നോരോന്ന് പഠിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പക്ഷെ പഠിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ചിലത് ഞാനിവിടെ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ, നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനും ചിലത് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണെന്നാണോ അതല്ല തെറ്റാണെന്നാണോ നിങ്ങൾക്ക് മനസ്സിലായതെന്നും കൂടി പറയണം. അപ്പോഴേ പഠനം പൂർത്തിയാവുള്ളൂ. ഏത് നിങ്ങളിവിടെ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയ ചിലത് ഇവിടെ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയ ചിലതിൽ അബദ്ധങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനത് തിരുത്തി. ആ തിരുത്തിയത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ നിങ്ങൾ പറയുന്നില്ല, അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ പോയാൽ പഠിക്കാൻ കഴിയില്ല കേട്ടോ. തിരുത്തും എന്താക്കണം, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് വെച്ചാൽ അത് ആലോചിക്കണം. അങ്ങനെ പഠിക്കാൻ പറ്റും. അങ്ങനെ അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഏതായാലും നമ്മൾ ഇവിടെ ചെയ്യണ പണി എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്ന പണി തന്നെയാണ് ഇപ്പൊ അതൊക്കെ. പല ആൾക്കാരും ദീന എന്നും പറഞ്ഞിട്ട് പലതും ഇവിടെ ചെലവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല. യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് വിവരമൊന്നുമില്ല എന്നൊക്കെ. ആള് പോയോ? ആള് പോയോ? ആള് പോയിക്കോ. എന്നാ പോയിക്കോട്ടെ കേട്ടാ. മൂപ്പര് പോയിക്കണം. ഇനി വിഷയാക്കണം. ഇനി നാളെ വരുമല്ലേ നമുക്ക് ആലോചിക്കാം. അപ്പൊ അത് അങ്ങനത്തെ ഒരു സോഷ്യൽ മുസ്ലിമാണ് വന്നു പോയത്. ഏതായാലും അദ്ദേഹത്തിന് ഇനിയും വരാനും പഠിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. നല്ല മനസ്സോടെ പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം STVയിൽ എപ്പോഴും ഉണ്ടാവും എന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അല്ലാഹു തആല ഈ ക്ലാസ് റൂമിന് വേണ്ടി സേവനം ചെയ്യുന്നവരും ഇവിടെ ചോദ്യകർത്താക്കളായി വരുന്നവരും ഇവിടെ വന്നിരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ വന്നിരിക്കുന്നവരുമായ എല്ലാ നല്ലവർക്കും കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. അടുത്ത ആൾക്ക് മൈക്കിലേക്ക് വരാം.